ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് പോവാണ്. 2 ഡേ ട്രിപ്പാണ്. എൻ്റെ കൂടെ സഫ്വാനുണ്ട്. പിന്നെ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ് സഫ്വാനെ? ബഹലല്ലേ? അല്ല, അൽ ബഹല. ഫുൾ സെറ്റാണ്. അത് തൽക്കാലം പെട്ടോ എല്ലാം എടുത്തിരുന്നു. പോവാ സെറ്റല്ലേ? സെറ്റ്. ഇനിയൊന്നുമില്ല. സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി വണ്ടി കയറ്റി വെച്ച് രാവിലെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ 8 മണിക്ക്. ഇപ്പോൾ 9 മണി. ഇന്ന് വെള്ളിയാഴ്ച. രാവിലെ തന്നെ വന്ന് നോക്കുമ്പോൾ മുമ്പിൽ വണ്ടി, അതുപോലെ തന്നെ ബാക്കിലും വണ്ടി. രാവിലെ തന്നെ പെട്ട അവസ്ഥ. അടിപൊളി. വണ്ടിയിലൊക്കെ സാധനം കയറ്റാണ്. എന്താ പാട്? ഗ്രിൽ ഐറ്റംസ് ഉണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് ആവശ്യങ്ങളുണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ലേ, വെറുതെ കടക്കെട്ടെന്ന് വെച്ചാൽ എടുത്തതാ. എല്ലാം മോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യത്? മുമ്പിലും വണ്ടി ബാക്കിലും വണ്ടി. ഇവിടെ ഇതാരുടെ സുഡുവിൻ്റെ അല്ലേ? നല്ല വിടല വെട്ടത്. രാവിലെ തന്നെ ഒരാൾ ഇറങ്ങിയിട്ട് എന്നെ സമാധാനം തന്നിട്ടില്ല. നോക്കി ഒന്ന് ചായ കുടിക്കാൻ പറ്റും, വെള്ളം കുടിക്കാൻ പറ്റുന്ന സമയം തന്നിട്ടില്ല. എന്നിട്ട് ഇതാ 1 മണിക്കൂറായി ഇവിടെ പെട്ടിട്ട്. എന്തോ ഭാഗ്യം. രാവിലെ 5 മണിക്കെല്ലാം ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങാത്ത ഭാഗ്യം. പെട്ടേനെ. അറ്റ്ലീസ്റ്റ് സണ്ണെങ്കിലും ഉണ്ട് ഇപ്പം കാണാൻ. ഇതാ ശരിയായ പോസ്റ്റ്. ഇതൊന്ന്, ഇത് 2. രണ്ടാൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഇവൻ പറയുന്നു എനിക്ക് മാറാൻ കഴിയില്ല, ഇവനും പറയുന്നു എനിക്ക് മാറാൻ കഴിയില്ല. വേറൊരുത്തനാടുന്നാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും മാറാമെന്ന് പറയുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഇവൻ മാറണം അല്ലെങ്കിൽ ഓൻ മാറണം, എന്നാലും ഇവൻക്ക് പോകാൻ കഴിയും. എന്താ ചെയ്യാം? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ലാസ്റ്റ് ചെങ്ങായി അവിടെ ഉറങ്ങി നിൽക്കുന്നു. ഇതാ ചായ കുടിച്ചിട്ട്, ചായ ഒന്നും കുടിച്ചില്ല. രാവിലെ 10 മണിയായി. നേരത്തെ ഇറങ്ങണേ വെച്ചാൽ സമയം എത്രയായി? പോവാം 10:10 ഇത്ര ടൈം. 1 മണിക്കൂറാണ് പോസ്റ്റായി. വെറുതെ ആളെ പോസ്റ്റാക്കി രാവിലെ തന്നെ. പക്ഷേ എനിക്ക് കൊണ്ട് കാര്യമില്ല. ചായ വാങ്ങി കണ്ടിട്ട് അവിടെ നിന്ന് എന്താ പോയത്? എന്നിട്ട് ഓരോന്ന് അടിക്കുന്നത്. എന്താ പോയത്? ഫസ്റ്റ് ഇട്ട് പെട്രോൾ അടിക്കണ്ടേ? ഇത് പോന്നേക്ക് അടിച്ചാൽ മതിയാ? ഇവിടുന്ന് അടിക്കുന്ന പഠിക്കാം. ഇതേപോലെ ഇവിടുന്ന് അടിക്കായിട്ട് പോയിട്ട് ഞാൻ എന്തോ പറഞ്ഞല്ല. എന്ത് നീ അടിക്കാം. ചായ അതാ ചിന്തി. ഇവൻ്റെ ഒരു കാര്യം. അതിന് ടിഷ്യൂ ആ ബേബി. 10:45 11:45 12 ആകുമ്പോൾ പള്ളി കയറല്ലേ? 1 മണിക്കൂർ ഉണ്ടല്ലോ. 11:45 12:15 നിസ്കാരം. 12:10. ഈ ആ ഭാഗത്തേക്ക് ഇനി എത്ര മണിക്ക് അറിയില്ല. എന്ത് നോക്കണേ? റോഡിൽ ഉള്ളിലാ? ഫുള്ളായി. ഇതൊക്കെയാണ് ചെങ്ങായി. എന്താ പരിപാടി? ബോട്ടിലേക്ക് വെള്ളം ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. വലിയ 20 ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം. 2 സെറ്റ് മോട്ടർ വാങ്ങി. അത് കുറച്ച് അത് കുഴപ്പമില്ല. ജുമ വിടാനുള്ള പള്ളി ഞങ്ങൾ കണ്ട്. ജുമ വിടാനുള്ള പള്ളി കണ്ട്. ഇനി അങ്ങോട്ട് എത്തണം. അത് ഏതെങ്കിലും റൂട്ടൊന്നും മനസ്സിലാവും. അത് അപ്പുറത്തെ ഒരു താഴേക്ക് റോഡ് പോലെ കണ്ട് അങ്ങോട്ടേക്ക് നോക്കാം. ഇങ്ങോട്ട് ആ പള്ളി ജുമ ഉണ്ടോ? തിരിയുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ജുമ കഴിഞ്ഞ് ഇറങ്ങി. ഇനി അടുത്തത് നേരെ നമ്മൾ വലിയ പ്ലാനൊന്നുമില്ല. പിന്നെ ഇന്ന് വെള്ളി, നാളെ ശനിയാഴ്ച രാത്രി തിരിച്ചെത്തും. 2 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബർക്കത്തുൽ മോസ്. പിന്നെ അവിടെ കുറച്ച് ഓൾഡ് വില്ലേജിൻ്റെ സംഭവങ്ങൾ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തനൂഫ് ഡാം. അവിടെ വാട്ടർഫാളൊക്കെ ഉണ്ടെന്നല്ലോ. തനൂഫ് ഡാം കഴിഞ്ഞിട്ട് എങ്ങോട്ട് അവസാനം? പിന്നെ
പിന്നെ നമ്മൾ ക്യാമ്പിങ് ജബൽ ഹൂത്ത അവിടെ ക്യാമ്പിങ് ഇന്ന് രാത്രി നൈറ്റ്. പിന്നെ നാളെ അല്ല നിസുവല്ല, അതിൻ്റെ മുന്നേ അൽഹംറ ഓൾഡ് വില്ലേജ്, പിന്നെ ജബൽ അല്ല അൽഹംറ ഓൾഡ് വില്ലേജ്, ബഹല ഫോർട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്ബ, അത് കഴിഞ്ഞ് തിരിച്ചു വരും. ഇവനാകെ മസ്കത്ത് കണ്ണൂര് ഇതാ കണ്ടില്ലേ മോനെ. ഇവന് ഞാൻ ഒമാന്റെ വന്നിട്ട് കണ്ടത്ര നീ സ്ഥലം കണ്ട 6 മാസം നിൽക്കുന്ന ടൈം. ആ കൊറോണ കോവിഡ് വന്നപ്പോ 6 മാസം ഫുള്ളും കറക്കണം. 1 മാസം റൂമിൽ തന്നെ, ബാക്കി 3-4 മാസം പുറത്താ. അതും ഒമാനിന്റെ കൂടെ. എന്റെ മോനെ നീ 6 മാസം അവിടെ ഉണ്ടായിന് റൂമില. എന്താ പരിപാടി? റീലൊന്നും ഇവന് എവിടെ പോണെങ്കിലും ഞാൻ വേണം, ഞാൻ ഇല്ല നടക്കും. ആ തന്നെ ആ കക്കൂസിൽ പോണെങ്കിൽ നീ വേണോ? അതാണ് ഇവന്റെ അവസ്ഥ. വേറെ റൂമിലിരുന്ന് ഉറങ്ങുക. ഇപ്പൊ ഞാൻ വിളിച്ചില്ല, അവിടെ റൂമിലിരുന്ന് ഉറങ്ങും. ശരിയേ. ഇപ്പൊ എന്റെ ഡ്രൈവറായിട്ട് ഇവനെ ഞാൻ വെച്ച് ആയിട്ടില്ല, സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് അവിടെ ഒരു പഴയ ഒരു വില്ലേജിൻ്റെ അവിടെ എത്തി. ഇവിടെ എന്തോ ഫാം പോലെ, നമ്മുടെ നാട്ടിലൊക്കെ പോലെ, പാടം പോലെ അല്ലേ അപ്പാനെ? പുല്ലട നമ്മളെ നാട്ടിലത്തെ പാടത്തുണ്ടാവണം അങ്ങനത്തെ. അപ്പോൾ ഇവിടെ നമ്മൾ പഴയ ഒരു പൊളിഞ്ഞ വീടൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ജസ്റ്റ് പോയി നോക്കട്ടെ. ഫുള്ള് പഴയ ബിൽഡിങ്ങുകൾ അവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതെല്ലാം പോയി നോക്കട്ടെ. ബാബുവാ, ഇവരെ പണ്ടത്തെ ഇത് ചളിയായിട്ട് എന്താ ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ടാ. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇത് പണ്ടത്തെ. എൻ്റെ മോനെ പേടിയാവുന്നത് കണ്ടിട്ട്. ഇത് നോക്കടാ, ഇതെന്താ ഇതിൻ്റെ ഉള്ള റൂം? പാമ്പുണ്ടാവോ? ഇത് ഫുള്ള് ചളിയായിട്ട് ആക്കിയാടാ. മുകളിലൊക്കെ മരം വെച്ചിട്ടാക്കി. പാമ്പെല്ലാം നോക്കണം, നോക്കി പോയാൽ മതി. വടി എടുക്കാനില്ല. തേനീച്ച കുത്തോ? എടാ അതില് കേറാ, സ്റ്റെപ്പ് ഉണ്ടാ. ഇവിടെ പല ഐറ്റംസ് അങ്ങോട്ട് പോണ്ട. കാട്ടിച്ചെനിക്കലുണ്ടല്ലോ, തേനീച്ചൊക്കെ ഉണ്ട്. ഉള്ളിൽ പോയേക്കാ. ജസ്റ്റ് നൈസായിട്ട് കയറി വെക്കാം. പൊട്ടി പിടിക്കോ. എന്റെ മോനെ പാമ്പുണ്ടാവോ? പേടിയുണ്ട്. അങ്ങോട്ട് ഇതിന്റെ ഉള്ളിൽ കയറാൻ പേടിയാവുന്നുണ്ട്. ആരാ വിളിക്കുന്നത്? ഞാൻ ഫോൺ എടുത്തില്ല കേട്ടോ. ഫുള്ള് പഴയ ബിൽഡിങ്. എൻ്റെ മോനെ, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാൻ പോകുന്നപ്പം ഇതിലെ വഴിയുണ്ട്. കുറച്ച് വെയിലൊക്കെ ഉള്ളതാണ് മോനെ. മോനെ ഇവിടെ എന്തൊക്കെ ഇത് കയ്യായൊന്നുമില്ല, പക്ഷെ വഴി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പുറത്ത് കൂടി തന്നെ പോവാ. എന്താ ഇതിപ്പോ പുറത്ത് തന്നെ എത്തില്ലേ? എന്താ പായൊക്കെ വെച്ചാക്കിന്? ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ? തുളകളെ ഫുള്ള് സ്റ്റോറേജ് ആവുന്നുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ ഈ ഇവരുണ്ടാക്കിയതുണ്ട്. ചളിയും വൈക്കോലും മിക്സ് ചെയ്തിട്ട്. വൈക്കോലും ഉണ്ടാ, വൈക്കോലും ചളിയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് മറ്റേ ഓലന്റെ, ഇത് നമ്മളെ ഇതിന്റെ ഈത്തപ്പനന്റെ പായ, അതിന്റെ ഓലയിട്ട് ഉണ്ടാക്കി. ഇവിടെ എന്തൊക്കെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പഴയ വീട്. ഞങ്ങൾ മുകളിൽ കയറി നോക്കട്ടെ. ഇത് കൈയോടാന്നടാ. എന്നൊരു കത്തില്ലാണ്ട് കൈയോടിതാ, കൈന്റെ അടിയാളോ. കൈയോട് വാരിട്ട് തേക്കലല്ലേ. ബാ മുകളിലേക്ക് പോയേക്കാം. നോക്കി ചവിട്ടണേ. പോയേക്കാം, അങ്ങോട്ട് പോയേക്കാം. അതിലോ വയ്യൊക്കെ ഉണ്ടറാ. നമ്മൾ വന്ന വഴി മാറിയോ? പൊളിഞ്ഞു പോകും ഒന്നായിട്ട്. ഇതിലെ പോകാൻ കഴിയില്ല, മണിക്ക് പേടിയുണ്ട്. ഇവിടെ എത്ര ഉള്ളൂ?
വാ അതിൻ്റെ ഉള്ളിലെത്തി. ഇതൊരു വില്ലേജാ, ചെറിയ ഒരു ഇതാണ്, ഫാമിലി ഹൗസ് പോലെ. കുറേ വീട് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ, വാടാ. പേടിച്ച അവിടെ നിൽക്കുന്നു ഇവനേതാ. ഇതാ ഇപ്പോഴാണ് നമ്മൾ ഉള്ളിലെത്തിയേ. നോക്കി വാ. ആ ഇത് ഇങ്ങോട്ടിയടാ. ഇതിൻ്റെ ഉള്ളിൽ എന്താ സിമെന്റ് ചാക്കോ? എടാ ഈത്തപ്പൻ്റെ ഓലൊക്കെ വെച്ചിട്ട് വലിയ വാർപ്പുണ്ടാക്കി. നമ്മളെ നാട്ടിൽ കമ്പി ആക്കൂലേ? ഇങ്ങോട്ട് വാ. റോഡ് ഇത് ഇവിടെ വാർപ്പിന്റെ കമ്പി ആക്കണേ പകരം ഈത്തപ്പനന്റെ ഓലന്റെ ഇത് തണ്ട് വെച്ചിട്ട് ചളി വെച്ചിട്ട് ഇതാക്കിനെ. കണ്ടാ ഇതൊക്കെ പൊളിഞ്ഞിതായിന്. ഇത് എത്ര കൊല്ലം പഴക്കണ്ട അവിടെ? 300 അവർക്ക് പറയുന്നേ. യാ മോണ്ട് ഇതൊക്കെടാ. ഇത് ഹോളാന്ന് തോന്നുന്നുണ്ട്. ഇത് ഹോളിന്റെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ്. ഇത് സംഭവം എന്താണെന്നറിയോ? ഇവിടുന്ന് മുമ്പ് ഫുഡ് അയക്കുന്ന ടൈമാണ് ഇവിടെ ബോംബിട്ടത്. ആര്? ബോംബിട്ടില്ലല്ലേ, ആടാ അതെ സ്റ്റെപ്പ് കോണിപ്പടി. ഇതാ കോണിപ്പടി അതിന്റെ ഉള്ളില്. സ്റ്റെപ്പ് എടാ അതിന്റെ ഉള്ളിലത്തെ സ്റ്റെപ്പ് നോക്കിയടാ. ഇതിന്റെ ഉള്ളിലൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വേറെ കളർ എന്തൊക്കെ ഉണ്ടാ. ഒക്കെ പൊളിഞ്ഞോണ്ട് പോവാൻ കഴിയില്ല. ഇതിന്റെ ഉള്ളില് ചെറിയ ചെറിയ റൂമുകള്. ഇതെന്താ പൊട്ടുന്നേ? പഴയ സ്റ്റെയർ. അതാ പറഞ്ഞു ഉള്ളിൽ കയറി വെക്കുന്ന. ഉള്ളിൽ കയറണ്ട. വൈറ്റ് ചേട്ടൻ. എടാ ഇതിന്റെ ഉള്ളിൽ ഇത് നിസ്കാര റൂം ആവുന്നുണ്ട്. ഉള്ളിൽ ചെറിയ ചെറിയ റൂമുകളെ. വാ ഇവിടെ എനിക്ക് പേടിയാ കണ്ടിട്ട്. അതില് എന്താ പാമ്പുണ്ടോ? കേറടാ കേറടാ. ആ അത് മുകളിലെത്തി. ഇവിടെ എന്താ ഹോള്, ചെറിയ ഹോള്. എടാ ഇത് പൊളി കിട്ടാ, ചാടണ്ട പൊളിയോ. ഇത് ഒന്നായിട്ട് പൊളിഞ്ഞ അടിപോയ സീന് കഴിഞ്ഞ്. ഇതൊക്കെ ഒരേ ഡിസൈൻ ആണല്ലോ അല്ലേ? ചടവ് നോക്കണടാ. ഇത് താഴ്ന്നു അങ്ങനെ പൊളിഞ്ഞു. ഫുള്ള് ഒരേ ഡിസൈൻ, ഒരേപോലത്തെ. ഇത് ഇവിടുത്തെ ഇത് ശരിയില്ല കേട്ടോ. മറ്റേ ഡിസൈനല്ല, ഇന്റീരിയറിന്റെ ആൾക്കാർ ശരിയില്ല. അത് കേരളത്തിൽ നമുക്ക് ആൾക്കൊണ്ടുവരാം. എല്ലാം ഒരേ ഡിസൈൻ, വെറൈറ്റി ഇല്ല. ഈ റൂമിൽ എന്താ ഇവിടെ അഞ്ഞുണ്ടോ മോൾക്ക്? ഇഞ്ഞുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിലെത്തി. നമ്മൾ ഇവിടേക്കല്ല നോക്കാൻ വന്നേ. ഇങ്ങോട്ട് വാ. ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ ഫുള്ള് വൈക്കോല് പൊളിഞ്ഞിട്ടല്ലേ. യാ മോനെ ഇവിടെ 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 നിക്കുമ്പോ പേടിയാണ്. ഇവിടെ ഇനി വേറെ സ്ഥലമില്ലേ പോന്. മൊത്തം ഇവിടെ പൊളിഞ്ഞിട്ട്. ഇവിടുത്തെ പണ്ടത്തെ നമ്മളെ നാട്ടിൽ കമ്പിറ്റ് പാർക്കുന്ന പോലെ ഇവിടെ ഈത്തപ്പഴത്തിന്റെ ഓലന്റെ തണ്ട് വെച്ചിട്ടാണ്. മോനെ വാ. ഇതാണ് ഇത്ര കൊല്ലങ്ങൾ പഴക്കമുള്ള പഴയ ഇവര് വീടോ മണികളെ. നമ്മളിതിന്റെ മെയിൻ കോട്ടയിലേക്കാണ് പോണേ. ബഹല. ഇത് ചെറിയൊരു ഹോള്. ഇവിടുത്തെ വീടുകൾ ഫുള്ള് ഇങ്ങനെ പൊളിഞ്ഞിതായുണ്ട്. ഫുള്ള് മരങ്ങൾ വെച്ച്, കമ്പിയും ഇതൊന്നുമില്ല. മരം, ചളി, കല്ലുകൾ മിക്സ് ചെയ്തിട്ട്, വൈക്കോലും ചളിയും മിക്സ് ചെയ്തിട്ടാണ് മതിലൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ നോക്കിയാൽ വാർപ്പ് ഭീമിന് പകരം, നമ്മുടെ നാട്ടിൽ ഭീമിന് പകരം ഇവിടെ ഈത്തപ്പഴത്തിന്റെ തടിയാണ് അല്ലേ? അതന്നെ. ശരി, ഇത് ഭയങ്കര ചെറിയ ചെയറല്ലടാ. ഇന്നത്തെ കാലത്ത് സ്റ്റെപ്പ് വീതിയില്ലാന്നിട്ട് കുഴപ്പമാണ് നാട്ടിൽ. കുഴപ്പമായി അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ നോക്കിയാ. അയ്യോ എന്റെ മോനെ, ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഒന്നും ഞാൻ മനസ്സിലായി. എന്തേ ഈ സംഭവമൊക്കെ വെളിച്ചം വെക്കുന്ന സംഭവം. ചെറിയ ചെറിയ അത് ഹോള് ഗ്യാപ്പല്ലേ? കറണ്ട് ഇല്ലല്ലോ. ഇതിലെ വയ്യണ്ടാ. ഇവിടെ റോഡ് സൈഡിൽ ഈത്തപ്പ കണക്കാട്ടെ. ഇതിപ്പോ വിന്റർ സീസണിലും അടിപൊളി വർക്കില്. ചൂടുകാലത്ത് ഈത്തപ്പഴം പാകാവും. എന്നിട്ട് ഇത് അത് ഡ്രൈ ആക്കാം. ഈത്തപ്പഴം വേണോ? ഈത്തപ്പഴം കിലോന് 5 രൂപ. അപ്പൊ നമ്മളിതാ തനൂഫ് ഡാമെത്തി. വെള്ളം കാണില്ലല്ലോടാ. അപ്പാൻ അവിടെ പറ്റിയോ? പണി പാടിയോ? ഫുള്ള് ഉണങ്ങിട്ടാ.
നോക്കിട്ടാ ഞാൻ ഭയങ്കര തണുപ്പ്. കുറച്ച് ഫുള്ള് ഫാമിലി ഇവിടെ ഒന്ന് ക്യാമ്പിങ് ആണ് മലൻ്റെ മുകളിൽ. ഡാമിൽ തുള്ളി വെള്ളം ചെയ്യാൻ കേട്ടോ. ഇതന്നെ ഡാം ഇതന്നെ അതിൻ്റെ ആ വെള്ളമുണ്ട്. ഡാമിലൊന്നും വെള്ളമില്ല, അതിൻ്റെ ഇപ്പുറത്താ വെള്ളം അല്ലേ. എടാ ഒരു തുള്ളി വെള്ളം ഇല്ലടാ ഡാമില്. ഇത് കാണാനാച്ചി വന്നേ. ഡാമിലത് പോസ്റ്റൊക്കെ കുത്തിച്ചു. ഏതപ്പല് ഡാം കാണാൻ വേണ്ടി ഡാം മൊത്തം ഉണങ്ങിയിട്ടല്ലേ. ഇപ്പൊ വലിയ ഡാം കാണാവുന്നല്ലേ നവറായിട്ട്. ഡാമിൽ ആകെ അപ്പുറത്ത് മാത്രം ഇത്തിരി വെള്ളമുണ്ട്, അതിന്റെ അപ്പുറത്ത് വെള്ളമില്ല. ഫുള്ള് ഡാം മൊത്തം ഉണങ്ങിയിട്ടല്ലേ. മഴ ഇല്ലല്ലോ, 6 മാസമായില്ലേ മഴ ചെയ്തിട്ട്. ഇതെല്ലാം ഞാൻ എന്നോട് പറഞ്ഞു എല്ലാം പറഞ്ഞ എല്ലാം ഉണ്ടാവുന്നല്ലോ. ഇപ്പൊ എന്തേ എല്ലടാ വാട്ടർ ബോട്ടിൽ എവിടെ? ബോട്ടില് ഫ്രണ്ടില് കാട്ടി ഇതുണ്ടോ എന്തോക്ക് എന്റെ മോനെ. അതിൻ്റെ ഉള്ളിലൊക്കെ ക്യാമ്പിംഗ് ആണ് ഫുൾ ആൾക്കാർ. ആ അതാണ് മറ്റേ തടാകത്തോടെ ക്യാമറ. ഏത് ക്യാമറ? This area is monitored by CCTV. Okay. Mostly families ആണല്ലേ കൂടുതൽ. ചിലപ്പോ 2 ദിവസമായിട്ടുണ്ടാവും ഇവിടെ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. വന്ന് കാണണ്ടേ വേദി ഇരിക്കല അങ്ങോട്ട്. മാറ്റ് മുഖ്യാണ് ഓനെ പറഞ്ഞല്ലേ ചില മാറ്റ് വേണ്ട. അത് മാറ്റ് വേണ്ടെന്നാ ഒരാറ്റ കുതിരണ്ടല്ലോ. ഞാൻ വലുതെടുക്കുന്ന പറഞ്ഞേ, നീ പറഞ്ഞ ചേർത്തുന്ന് മാറ്റ് വേണ്ടെന്ന് ഇങ്ങോട്ട് പറയ. ഞാൻ നമ്മളെന്താ ബാക്കിൽ വളക്കി ഇനിയൊന്നുമില്ല അങ്ങോട്ട്. ഇത് ഫുള്ള് ഡാമിൻ്റെ തന്നെ. ഇവിടെ ഫുള്ള് ഫാമിലി ക്യാമ്പ് ചെയ്യാൻ വന്നു. വേറെ ഒന്നുമില്ല ഇവിടെ കാര്യമായിട്ട്. വെള്ളമല്ല മുത്തിയോലൊക്കെ അവിടെ ഫുഡാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാം. അയ്യോ ബൈക്ക് എടാ നമ്മളെ മറ്റേ സാധനം MIT. ഇത് ഏത് സാധനടാ? നമ്മളെ CID മറ്റേ MIT മൂസിന്റെ MIT. ഇവിടൊക്കെ മറ്റേ സംഭവം പഴയ വീടുകള്. ഇത് കൊട്ടാരം തോന്നുന്നുണ്ടോ? പാലസിന്റെ ഇവിടെ ഉണ്ടോ ഫാം പ്രൊഡക്റ്റ് എന്നുണ്ട്. യു ആർ ദ ബയർ ആൻഡ് സെല്ലർ. നമുക്ക് ഇവിടുന്ന് സാധനം നമുക്ക് വേണ്ടി എടുത്തിട്ട് ഇവിടെ ഒരു പെട്ടിട്ടുണ്ടാവും. അതിൽ ഇതൊക്കെ ഇവിടുത്തെ ഫാമത്തെ സാധനങ്ങളാണ്. ഇവിടെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളുണ്ട്. പപ്പായ ഇതിൽ തൂക്ക. എന്നിട്ട് അവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ പൈസ ഇടാൻ പേയ്മെൻറ്റ് ഇതില്ലേ. ഓക്കെ അതിന് പൈസ എത്രയാണെന്ന് അവിടെ നോക്കിയിട്ട് നമുക്ക് ക്യാഷ് ഇതിൽ ബോക്സിലിടാം. ബാഗ് മസ്കത്തൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ബോക്സ് ഉണ്ട്. ബാഗ് മസ്കത്ത് അക്കൗണ്ട് നമ്പർ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ ഫുള്ള് ഫ്രഷ് സാധനം ഇവിടെ ഫാമിലത്തുള്ള